ഞാൻ എപ്പോഴും ബാലൻഡിയോറിനെ ഈ ലാലിഗയോ എന്നായിരുന്നു പറയാറുള്ളത്. സോ ഞാൻ വലിയ വാല്യൂ ഒന്നും കൊടുക്കാത്തൊരു അവാർഡാണ് ഈ പറയുന്ന ബാലൻഡിയോർ എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, പലപ്പോഴും അർഹതയുള്ള കൈകളിലേക്ക് ബാലൻഡിയോർ എത്താറില്ല, പോവാറില്ല. നമ്മൾ പലതവണ കണ്ടതാണ്, പല വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ റീസൺ. നമ്മൾ കണ്ടതാണ് പല തവണകളായിട്ട് പലർക്കും അർഹതപ്പെട്ട ബാലൻഡിയോർ കൊടുക്കാതെ പലരും കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും ലയണൽ മെസ്സിയും ആണെങ്കിലും ഒക്കെ പലതവണ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് അവർക്ക് ഡിസേർവിംഗ് ആയിരുന്നില്ല എന്ന് തോന്നിയ പല ബാലൻഡിയോർ അവാർഡ്സുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഇതിനെ പറ്റിയിട്ടൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ പലരും പല അഭിപ്രായങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും ഈ തവണത്തെ ബാലൻഡിയോർ അത് ഞാൻ ഒരിക്കലും ഡിംബലയ്ക്ക് പ്രതീക്ഷയല്ല കേട്ടോ. കാരണം ഇവർ ഈ നമ്മൾ ബാലൻഡിയോറിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ലാലിഗയിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്, അതായത് ഒന്നെങ്കിൽ റയൽ മാഡ്രിഡ് പ്ലെയർ അല്ലെങ്കിൽ ബാഴ്സലോണ പ്ലെയർ എന്ന ഒരു രീതിയിലാണ് ബാലൻഡിയോർ കൂടുതലും പോയിട്ടുള്ളത്. അപ്പം പുറത്തുള്ള മറ്റ് ലീഗുകളുള്ള ആളുകൾക്ക് കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ അത് വളരെ വിരളമായിരുന്നു. അപ്പൊ കൂടുതലും ബാലൻഡിയോർ എപ്പോഴും സ്വന്തമാക്കാറുള്ളത് ബാഴ്സലോണ പ്ലെയേഴ്സോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പ്ലെയേഴ്സോ ആണ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ അവർ എങ്ങനെ പോലും റാങ്ക് 1 വരും. കാരണം അവർക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. ലാലിഗ വേൾഡിലെ 3ാമത്തെ ലീഗാണ്. അപ്പോൾ അവിടെ റയൽ മാഡ്രിഡും ബാഴ്സലോണയും മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ പറയാനാണെങ്കിൽ എന്താ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡും ഉണ്ട്. അത് അവിടെ സിമിയോണി എന്ന് പറയുന്ന മനുഷ്യൻ എന്തൊക്കെയോ കാണിക്കുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ അവിടെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഞാനെപ്പോഴും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രീമിയർ ലീഗിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രീമിയർ ലീഗ് കളിച്ച് ബാലൻഡിയോർ അടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിച്ചിരി എന്താ വലിയ സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ പറയും ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ, ഇവരൊക്കെ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ട്, പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടീമുകളെ ഇവർ ചാമ്പ്യൻസ് ലീഗിൽ തോൽപ്പിക്കാറുണ്ടല്ലോ എന്നൊക്കെ. ഒരു ലീഗ് സിസ്റ്റം കളിക്കുന്നതും ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഒരു ടൂർണമെന്റും കളിക്കുന്നത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാഴ്സലോണ എന്ന് പറയുന്ന ടീമിന് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടീമുകളെ അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം അവർ അത്രയും വലിയ ടീം അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കല്ലേ, അത്രയും സൂപ്പർ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടീമാണ്. അവർക്ക് റയൽ മാഡ്രിഡിനാണെങ്കിലും ബാഴ്സലോണയ്ക്കാണെങ്കിലും ഇപ്പോൾ അവിടെ സിറ്റിയാണെങ്കിലും ലിവർപൂളിനാണെങ്കിലും ഒക്കെ അടിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അപ്പം സിറ്റിയും ലിവർപൂളിനെയൊക്കെ അടിക്കാൻ സ്ട്രെങ്ത് ഉള്ള 2 ടീം ലാലിഗയില് ആരും അടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് കുഞ്ഞു മക്കളെ. അപ്പൊ അതെന്തെങ്കിലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബാലൻഡിയോർ അവിടെ ഇട്ട് പോകുന്നു എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ യമാലിന് കൊടുക്കുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തോ ഈ പ്രാവശ്യം നീതി ഡിംബലക്കൊപ്പം നിൽക്കുന്നു, ഡിംബലെ ബാലൻഡിയോർ സ്വന്തമാക്കുന്നു. വളരെ സന്തോഷമുണ്ട്.